രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ ബിസിനസ്, നമുക്ക് വരുന്ന ഇൻകം, ഇതിൻ്റെ റിസൾട്ട് എല്ലാം അടങ്ങുന്ന രേഖകൾ നമ്മൾ എന്താണെന്നുള്ളത് മറ്റുള്ളവന് കാണിച്ചു കൊടുക്കാൻ ഇന്ന് ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു സന്ദേശം വരെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഇതിലൂടെ നമ്മുടെ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുക, നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ നമ്മൾ സുഖകരമായി ജീവിക്കുന്ന നമ്മുടെ എല്ലാ പോസിറ്റീവും ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുക. ഇത് നമ്മളിലേക്ക് കണ്ണേറ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വഴിയാണ്. ഒരു മനുഷ്യനും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയ നമ്മളൊരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വിടുന്നു, നമ്മുടെ എവിടെയെങ്കിലും ടൂറ് പോകുന്ന ഫോട്ടോ എടുത്ത് വിടുന്നു. ആ ഫോട്ടോ എടുത്ത് വിട്ട് അന്ന് രാത്രി, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും കമൻ്റ് എഴുതാനുണ്ടാവും. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ മക്കൾ ചിലപ്പോൾ ഉറങ്ങിപ്പോണമെന്നുണ്ടാവില്ല. ഒരുറക്കവും കഴിഞ്ഞാൽ എണീക്കും, കരച്ചിൽ തുടങ്ങും, അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം എന്താണ്? കണ്ണേറാണ്. ആ മക്കളുടെ കളിയും ആ മക്കളുടെ അഭ്യാസങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി, സ്റ്റാറ്റസ് വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഇത് കണ്ട് സന്തോഷിക്കുന്നവരാകണം എന്നില്ല അപ്പുറത്ത്. ഇത് കണ്ട് അസൂയപ്പെടുന്ന ചില കണ്ണുകളുണ്ടാകും. ആ കണ്ണാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പോസിറ്റീവിനെ തകർത്ത് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് അവൻ ഉയരും. അവൻ്റെ ഉയർച്ച മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. അവൻ അറിയിക്കാതെ എത്ര കാലം ഇരിക്കാൻ പറ്റുമോ അത്രയും കാലം അവന് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ വളർച്ച മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. അറിയിക്കേണ്ടത് അറിയിക്കുക, മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുക തന്നെ വേണം. അങ്ങനെ നമ്മുടെ അനുഗ്രഹങ്ങൾ മറച്ചു വെക്കാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി വീണ്ടും തരും. ആ കണ്ണേറ് തടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് നമ്മളുടെ പോസിറ്റീവിനെ മറച്ചു വെക്കുക. മൂന്നാമതായി പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യന് ഒരിക്കലും കണ്ണേറ് വരാതിരിക്കാൻ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം